ശ്രീ വി വസീഫ് ചേരുന്നുണ്ട്. ശ്രീ വി വസീഫ്, കേൾക്കാമോ അങ്ങക്ക്? കേൾക്കാം. ശ്രീ വി വസീഫ്, ഒരു എന്താ പറയാ, ഇടതുമുന്നണിയുടെ കോട്ടകൾ പോലും തകർന്നുപോയി ഈ UDF-ന്റെ കൊടുങ്കാറ്റിൽ. പരാജയം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഈ വലിയ പ്രചരണങ്ങളിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, ഇടതുപക്ഷം മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങൾ എല്ലാം ജനങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടില്ല. അതിനേക്കാൾ മികവ് UDF-നാണ് എന്ന നിലക്ക് UDF-ന് വോട്ട് ചെയ്തു. UDF വിജയിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഈ തോൽവി അംഗീകരിക്കുകയാണ്. വലിയ ഒരു പ്രവർത്തനത്തിലൂടെ ഞങ്ങളുടെ സംഘടനാപരമായും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യതയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഞങ്ങൾ വലിയ തിരിച്ചുവരവ് നടത്തും എന്ന് തന്നെയാണ് ഈ സമയത്ത് പറയാം. അതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ തളിപ്പറമ്പ്, പയ്യന്നൂര്, അതേപോലെ മട്ടന്നൂര്, ഇതിനൊക്കെ എങ്ങനെയാണ് പാർട്ടി നോക്കിക്കാണുന്നത്? മറ്റെല്ലായിടവും പോട്ടെന്ന് വയ്ക്കാം. അല്ല, അതിൻ്റെയൊക്കെ ഒരു കൃത്യമായ വിലയിരുത്തൽ. അതെ, അതിനെ ഇപ്പം വ്യക്തിപരമായി നമ്മളിപ്പോൾ മറ്റൊരാലോചനയും ഒന്നും നടത്തിയിട്ടല്ലല്ലോ. അങ്ങനെ ഒരു സൂക്ഷ്മമായി ഈ റിസൾട്ടും അതോടൊപ്പം തന്നെ എവിടെയൊക്കെയാണ് വോട്ട് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് പരാജയത്തിലേക്ക് എത്തിയത് എന്നൊന്നും അത്ര സൂക്ഷ്മമായി പരിശോധിച്ചിട്ടില്ല. അതാ ഞാൻ പൊതുവേ ഒരു വിലയിരുത്തൽ നടത്തിയത്. CPM-ൻ്റെ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറിയൊക്കെ എന്ത് തന്നെയായാലും ഉടനെ തന്നെ മാധ്യമങ്ങളെ കാണും. ബാക്കി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ചേർന്ന് ഈ റിപ്പോർട്ടുകളൊക്കെ വെച്ച് പരിശോധന നടത്തി ഈ തോൽവിയിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളെല്ലാം തീർച്ചയായിട്ടും പഠിച്ച് തന്നെ മുന്നോട്ട് പോകും. തിരുത്തേണ്ടത് തിരുത്തുകയും കൂടുതൽ കരുത്തുള്ള നേതൃത്വമായി, കരുത്തുള്ള സംഘടനയായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെ പറയാനുള്ളൂ. ഇതിനു മുൻപും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, പലയിടങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്കറിയാം, നായനാർ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാർ ഈ കേരളത്തിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തിരുത്തി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ്. ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ലീഗിലൊന്നും ഒരിക്കലും തോൽക്കാൻ സാധ്യതയില്ലാത്ത കുഞ്ഞാലിക്കുട്ടി പോലെയുള്ള, ET മുഹമ്മദ് ബഷീർ പോലെയുള്ള അധികായർ കേരളത്തിൽ തോറ്റിരുന്നു. ആ സാഹചര്യമൊക്കെ അവർ പല ഘട്ടങ്ങളിൽ മറികടന്നു. കഴിഞ്ഞ 2 ടേം UDF പ്രതിപക്ഷത്താണ്, ഭരണമില്ലാതിരുന്നതാണ്. അവരിപ്പോൾ ജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങൾ അപ്പോൾ ഈ തോൽവിയിലൊന്നും വല്ലാതെ ഒരു നിരാശരായി മാറിയിരിക്കുന്ന പ്രശ്നമില്ല.